धन्यवाद कि परमेश्वर ने एक बार फिर से प्रभु ने हमें एक अवसर दिया कि हम सभी आपके बीच में मैं सोनू कुमार और मेरा पत्नी प्रिया എനിക്ക് ഒരു അവസരം കൂടെ കിട്ടി നിങ്ങളുടെ മുമ്പേ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ. എൻ്റെ പേര് സോനകുമാർ, എൻ്റെ വൈഫ് പ്രിയ. और मैं आप सभी को जय मसीह की നിങ്ങൾക്ക് എല്ലാവർക്കും സ്തോത്രം. और प्रभु का धन्यवाद हो कि आज आपके बीच में एक वचन प्रभु का लेके आए हैं. ഇന്ന് നിങ്ങളുടെ മധ്യത്തെ ഒരു വചനമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. और मैं विश्वास करता हूँ ഞാൻ വിശ്വസിക്കുന്നത് कि प्रभु हमारे साथ में है. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. और आज का जो वचन है ഇന്നത്തെ വചനം എന്ന് പറഞ്ഞാൽ प्रभु ने मेरे मन में डाला ദൈവം എൻ്റെ ഹൃദയം സംസാരിച്ചത് कि आज जो वचन को हम लेके आ रहे हैं आपके बीच में ഇന്ന് ഞാൻ ഒരു വചനമായിട്ടാണ് നിങ്ങൾ മുമ്പ് കൊണ്ടുവന്നത്. वो बहुत ही जो जरूरी है ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമാണ്. और मैं ज़्यादा समय नहीं लूँगा आपका. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. मुश्किल से 10 या 15 मिनट हम लेंगे ഒരു बस. 10 മിനിറ്റ് അല്ലെങ്കിൽ 15 मिनट या ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് 15 സംസാരിക്കും. तो मैं ज़्यादा बात न करते हुए ഞാൻ കൂടുതൽ സമയം സംസാരിച്ച് എൻ്റെ സമയം പോക്കാക്കുന്നില്ല. तो आइए हम बाइबल को अपने हाथ में लें और बाइबल खोलें. നിങ്ങളെല്ലാവർക്കും ബൈബിളുണ്ട്, ബൈബിള് തുറക്കാം. आइए हम मेरे साथ में बाइबल खोलें. पहला यूहन्ना ജോൺ എഴുതിയ 2-ാം ലേഖനം और उसका एक अध्याय അതിൽ 1-ാമത്തെ അധ്യായത്തിൽ 8, 9, 10-ാമത്തെ അധ്യായം. सॉरी एक नहीं दो जो है 2 जॉन सेकंड जॉन ജോൺ 2-ാമത്തെ ലേഖനം. हाँ ठीक है. रंडा मतलब 2 जॉन और इसका 1 चैप्टर. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ 8, 9, 10-ാമത്തെ അധ്യായം. हाँ तो मैं हिंदी में बोलूँगा फिर मेरा पत्नी इसको मलयालम में पढ़ेगा ഞാൻ ഹിന്ദിയിൽ പറയും, എൻ്റെ ഭാര്യ അത് മലയാളത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ചെയ്യും. और आप इसको जो है ध्यान से सुनिएगा. നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുക. यहाँ पे कहते हैं ഇതിൽ എഴുതിയിരിക്കുന്നത് अपने विषय में चौकस रहो कि जो परिश्रम हमने किया है उसको तुम गवाने दो, वरन उसका पूरा प्रतिफल पाओ. जो कोई मसीह की शिक्षा से आगे बढ़ जाता है और उसमें बना नहीं रहता तो उसके पास परमेश्वर नहीं. जो कोई उसकी शिक्षा में स्थिर रहता है उसके पास पिता भी है और पुत्र भी है. यदि कोई उसके पास आए और यही शिक्षा न दे तो उसे न तो घर में आने दो और न नमस्कार करो, क्योंकि जो कोई ऐसे जन को नमस्कार करता है वह उसके बुरे कामों में उसके साझी होता है. हालेलुया. ഇപ്പൊ ഹിന്ദിയിലോട്ട് വായിച്ച് മലയാളം വായിക്കുക. ഞങ്ങളുടെ പ്രതിഫലവും കളയാതെ പൂർണ്ണ പ്രതിഫലവും പ്രാപിക്കേണ്ട സൂക്ഷിച്ചു കൊള്ളുവാൻ ക്രിസ്തയേശുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ ഇതിൽ കടന്നു പോകുന്ന ഓരോരുത്തർ ദൈവമല്ല, ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനും ഉണ്ട് എന്ന ഒരുത്തൻ ഈ ഉപദേശം കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അങ്ങനെ വീട്ടിൽ കൈക്കൊള്ളുകയും അവന്റെ കുശലം വീട്ടിൽ കൈക്കൊള്ളുന്ന കുശലം പറയുന്നത് അവന് കുശലം എന്ന് തന്റെ ദുഷ്ടപ്രവർത്തികളെ കളയാതെ നിങ്ങൾക്ക് എഴുതുന്നുവല്ലോ. Praise the Lord. हालेलुया. अभी हमने तीन चार वाक्य पढ़े. ഇതിൽ ഞാൻ 3-4-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ मैं आपको इसमें सिर्फ 3 बातें बताना चाहता हूँ. ഞാൻ നിങ്ങൾക്ക് ഒരു 2-3 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. हालांकि इसमें बातें करने के लिए बहुत सारी बातें हैं, പക്ഷേ ഇത് പറയാൻ ഉണ്ടെങ്കിൽ കൂടുതൽ ഇതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. पर मैं ज्यादा समय न लेते हुए ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. मैं परमेश्वर के वचन को सिर्फ आपको 3 बातें इसमें से आपको बताना चाहता हूँ. ഇതിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ 3-4 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. और मैं बताना चाहता हूँ कि आखिर ये वचन हमें क्या बताना चाहते हैं. ഇതിൽ നമുക്ക് കാണണമെങ്കിൽ വചനം നമ്മളെ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്. प्रभु का वचन में लिखा है कि चौकस रहो, अपने आप में चौकस रहो. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ അത് കേൾക്കുക. और यहाँ पे एक बहुत अच्छी बात बोलता है कि आपने जो परिश्रम किया है, जो मेहनत की है, ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൂടുതൽ നമ്മൾ ഏത് ജോലിയും അത് നമ്മൾ കൂടുതൽ മെഹനത്ത് ചെയ്താൽ
जो आपने मेहनत की है प्रभु के लिए, जो काम आपने किया है प्रभु के लिए, उसको गवा ना दो। നമ്മൾ കൂടുതൽ സമയം ദൈവത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഫലം നമുക്ക് കിട്ടും. परंतु उसका पूरा प्रतिफल पाओ. നമുക്ക് ഇതുണ്ടെങ്കിൽ വിശ്വാസം വേണം, നമുക്ക് അത് കിട്ടോ എന്ന വിശ്വാസത്തോടെ നമ്മൾ കടന്നു പോകണം. मतलब कहने का है, നമ്മളത് കണ്ടാൽ अगर हम परमेश्वर के उस जो उसने हमें जिम्मेदारी दी है, अगर हम नहीं निभाते हैं, നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അത് പ്രാർത്ഥിച്ചാൽ നേടണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. अगर हम परमेश्वर की जिम्मेदारी को सही से नहीं निभाते हैं, ദൈവം നമുക്ക് ടാലന്റ് എന്തിനു തന്ന ആ ടാലന്റിലൂടെ നമുക്കത് നേടുന്ന ഒരു വാശി വേണം. तो हमें परमेश्वर प्रतिफल नहीं देगा. നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കാതെ കടന്നു പോയാൽ നമുക്ക് അത് ഒരിക്കലും കിട്ടൂല. और एक यहाँ पे हम दूसरे जब नीचे आते हैं, 9 में आते हैं, നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ इसमें एक बहुत जरूरी बात बताई गई है. ഏറ്റവും സൂക്ഷിച്ച് നമ്മൾ ഏറ്റവും അത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാന ഒരു കാര്യമാണ്. यहाँ पे बोला गया है कि अगर तुम जो मसीह की जो बातें हैं, मसीह की जो शिक्षा है, നമ്മളെ കൂടുതൽ നമ്മൾ ക്രിസ്ത്യവരാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ കുടുംബത്തിലൂടെ നമ്മൾ ചെയ്യണമെങ്കിൽ, जब हम उससे आगे बढ़ जाएंगे, നമ്മൾ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവത്തിന്റെ വേലയിൽ തികച്ച് നമ്മൾ കൂടുതൽ കടന്നു പോയാൽ, तो हम प्रभु में बने नहीं रहेंगे. നമ്മൾ കൂടെ അങ്ങോട്ട് പോകത്തില്ല. मैं उदाहरण के लिए 1-2 बात बताना चाहता हूँ. ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ മുമ്പ് പറയുകയാണ്. यीशु मसीह ने 40 डे का फास्टिंग किया. ദൈവം 40 ദിവസം ഉപവസിച്ചു. परंतु हम में से कुछ भाई लोग ऐसे हैं, നമ്മളിൽ കുറെ പാസ്റ്റർമാര് ഉണ്ട്, जो 100 दिन का फास्टिंग करते हैं. 100 കൂടുതൽ ഉപവസിക്കുന്നവര്. फास्टिंग करना गलत नहीं है, ഉപവസിക്കുന്നത് തെറ്റല്ല. और मैं ये भी नहीं कहना चाहता हूँ कि वो जो गलत है. പക്ഷെ ഞാൻ അതും പറയണില്ല 40 ദിവസം ഉപവസിക്കുന്നത് തെറ്റല്ല. पर എന്നാൽ यहाँ देखते हैं कि हम यीशु मसीह से भी आगे पहुंच गए. ദൈവം 40 ദിവസം ഉപവസിച്ചു, അതിൽ കൂടുതൽ 100 അങ്ങോട്ട് പോയി. हम जो बातें प्रभु यीशु मसीह ने हमें सिखाया है, നമുക്ക് കൂടുതൽ ദൈവം നമ്മളെ പഠിപ്പിച്ചാൽ उनको हमने ज्यादा नमक मिर्च लगाकर और हम लोगों को बताते हैं. നമ്മൾ ദൈവം പഠിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് ഉപ്പും മുളകും കൂടെ ചേർത്ത് അത് കലക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. यीशु मसीह ने कभी भी दुष्ट आत्मा से बात नहीं किया. ദൈവം ഒരിക്കലും ശാത്താനെ സംസാരിച്ചിട്ടില്ല. प्रभु यीशु मसीह ने जब किसी को अच्छा किया, चंगा किया, कभी बात नहीं किया, बस बोला निकल जा. ദൈവം പ്രാർത്ഥിച്ചു നീ പോ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. पर आज हम लोग, ഇന്ന് നമ്മൾ आज प्रभु के दास लोग ഇന്ന് പാസ്റ്റർ ലോग എന്താണ് ചെയ്യുന്നത്, उससे पूछते हैं दुष्ट आत्मा से, ഒരാള് ദുഷ്ടാത്മാവാണെങ്കിൽ അയാൾക്ക് ചോദിക്കും, उससे बात करते हैं, അയാള് സംസാരിക്കും പാസ്റ്റർ ലോग. उससे पूछते तू कहाँ से आई है, പാസ്റ്റർ ലോग അവര് ചോദിക്കും നീ എവിടെ നിന്ന് വന്നേണം, तू इसको क्यों सता रही है, നീ എപ്പോഴാണ് വന്നേണം, किसने तुझे भेजा है, നിന്നെ എവിടെ നിന്നാണ് ആരാണ് വിട്ടേണം, और बहुत सारी बातें पूछते हैं. കുറെ ചോദ്യങ്ങൾ ചോദിക്കും. क्या इस बात पे विश्वास किया जा सकता है നമുക്കറിയാം നമ്മൾ ഇതിൽ വിശ്വസിക്കുന്നവരാണോ कि जो दुष्ट आत्मा है वो सच बोलेगी? ദുരാത്മാവുള്ളവര് സത്യം പറയോ? क्योंकि दुष्ट आत्मा कभी सत्य बोल ही नहीं सकती है, ദുരാത്മാവുള്ളവര് ഒരിക്കലും സത്യം സംസാരിക്കത്തില്ല, वो हमेशा झूठ बोलेगी. എല്ലാരും കള്ളമാണ് പറയുന്നത്. इसलिए यीशु मसीह ने बोलने का मौका नहीं दिया उन्हें. ഇതിലാണ് അതുകൊണ്ടാണ് ദൈവം ഒരിക്കലും അവർക്ക് സംസാരിക്കാൻ ഒരു കൊടുക്കാത്ത. मेरे याद है सिर्फ बाइबल में एक वाक्य ऐसा है जहाँ पे यीशु मसीह ने उसका नाम पूछा सिर्फ बस. ബൈബിളിൽ ഒരാളുണ്ട്, അയാൾക്ക് ചോദിച്ച് ദൈവം ചോദിച്ചു നിന്റെ പേരെന്തുവാണ്, पर वहाँ पे उसने ज्यादा बात नहीं की. പക്ഷെ ദൈവത്തിന്റെ അടുത്ത് അയാൾ കൂടുതൽ സംസാരിച്ചിട്ടില്ല. और यही वजह है आज के हमारे भाई लोग जो हैं, प्रभु के दास लोग जो हैं, जो प्रभु के जो लोग हैं, वो आज दुख उठाते हैं कई बार. ഇതുകൊണ്ടാണ് കഷ്ടക്ക് ദൈവത്തിന്റെ വേല ചെയ്യുന്ന ആൾക്കാർക്ക് പാസ്റ്റർമാർക്ക് കൂടുതൽ ഇതാണ് ഒരു കഷ്ടം ആയിത്തീരുന്നത്. क्योंकि हम लोग जो है मसीह की जो हमें जो मसीह जो आज्ञा दिया गया है, प्रभु की जो हमें बातें दी गई हैं, हम उससे भी कहीं आगे बढ़ते जा रहे हैं. നമ്മുടെ ദൈവം നമുക്കൊരു വചനം തന്നിട്ടുണ്ട്, നമുക്ക് ഇത്ര ഒരു 10 കൽപ്പന തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ അതിൽ കൂടുതൽ കാര്യം സംസാരിക്കും. जो हमारी लाइन ऑफ कंट्रोल है हम उसको पार कर रहे हैं. നമ്മൾ പേര്
പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. जो हमारी लिमिट है हम उसको पार कर रहे हैं. നമുക്ക് മെസ്സേജിന് ലിമിറ്റ് ആണ്, അതിൽ കൂടുതൽ നമ്മൾ സംസാരിക്കും. मेरे प्रियो, जब हम अपने लिमिट में होकर प्रभु का धन्यवाद देंगे तो हम जो है सफल होंगे. നമ്മൾ ഏതൊരു ഒരു കാര്യത്തെ ഒരു ലിമിറ്റ് ആണ്, അതിൽ കൂടുതൽ നമ്മൾ സംസാരിച്ചാൽ ഒരിക്കലും ഒരു കാര്യം നടക്കില്ല. मैं आपको उदाहरण दे सकता हूँ. ഞാൻ ഒരു ചെറിയൊരു കാര്യം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. जो शैतान था, ശാത്താൻ എന്ന് പറയുന്നത് परमेश्वर का एक बहुत ही अच्छा दूत था. ഒരു ദൂതനായിരുന്നു. हम सब जानते हैं, ദൈവത്തിന്റെ, हम सब जानते हैं. നമുക്ക് എല്ലാവർക്കും അറിയാം. परंतु उसने एक मन में विचार किया है, मन में विचार किया. ശാത്താൻ ഒരു മനമേ അത് വിശ്വസിച്ചു, विश्वास ने വിചാരിച്ചു कि मैं परमेश्वर के सिंहासन से अपना सिंहासन ऊपर बनाऊंगा. ഞാൻ ശാത്താൻ വിചാരിച്ചു ഞാൻ ദൈവത്തിന്റെ കുരിശിന് മുകളിലെ കുരിശിൽ ഇരിക്കുമെന്ന്. सिर्फ छोटी सी बात विचार, പക്ഷെ ചെറിയൊരു കാര്യം, यानी कि वो प्रभु की जो व्यवस्था है, ദൈവത്തിന്റെ ഒരു കാര്യമുണ്ടായിരുന്നു, जो नियम कानून है, ഒരു നിർണയമുണ്ട്, उससे वो ऊपर उठना चाहता था. പിന്നെ ദൈവം അതിനെ മറ്റവർക്ക് പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. इसलिए प्रभु उसको नीचे फेंक दिया. അതാണ് ദൈവത്തിന് ദൈവശാദൻ താഴെ ഇട്ടത്. इसलिए यहाँ पे पढ़ते हैं हम, ഇത് നമ്മൾ നോക്കണമെങ്കിൽ जो कोई मसीह की शिक्षा में आगे बढ़ जाता है, ഇതിൽ നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ കൂടുതൽ വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ, उसमें बना नहीं रहता, നമ്മൾ അങ്ങോട്ട് കേറത്തില്ല, उसके पास पिता परमेश्वर नहीं है. നമ്മൾ കൂടുതൽ നല്ല വിശ്വസിച്ചാലേ പിതാ നമ്മളെ ശരീരത്തിൽ കേറത്തുള്ളൂ. परमेश्वर उसके पास नहीं है. ദൈവയുടെ കൂടത്തിൽ ഇല്ല. जो कोई उसकी शिक्षा में स्थिर नहीं रहता, നമ്മള് ഒരു കാലം ഊന്നിരിക്കണം, അത് രണ്ട് കാലം സ്ഥലത്ത് വയ്ക്കരുത്. जो उसकी शिक्षा में स्थिर रहता है, നമ്മള് ഒരു കാലോട് എവിടെ സ്ഥിരമായിട്ട് പിടിച്ചു നിന്നാൽ, स्थिर मतलब परमेश्वर के उस वायदों में, उस नियम कानूनों में जो अपना आपको लिमिट में रखता है, നമുക്കൊരു ലിമിറ്റ് വേണം ഏത് കാര്യത്തിനും. और प्रभु की बातों पे हमेशा जो है मगन और जो है ध्यान लगाए रहता है. നമ്മൾ ഏത് കാര്യത്തിൽ ഒരു നിർണയം വേണം. बाइबल बताती है അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് कि उसके पास पिता भी है നമ്മൾക്ക് പിതാവുണ്ട് और पुत्र भी है. നമുക്ക് പിതാവുണ്ട്, പുത്രനുമുണ്ട്. हालेलुया. ഹല്ലേലൂയ. और मैं विश्वास करता हूँ ഞാൻ വിശ്വസിക്കുന്നത് कि अगर हम इस बातों को ध्यान दे दें, നമ്മൾ വിശ്വസിച്ച് ആ വാക്കിലോട്ട് മുമ്പോട്ട് പോയാൽ, आज हम देखते हैं कि लोग अपने आप को यीशु मसीह बनाने के लिए तुल गए हैं. ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും ക്രിസ്തീയ കുടുംബത്തിൽ ഞാനാണ് വലിയവൻ, ഞാനാണ് ചെറിയവൻ പറയും. आज मिनिस्ट्री भी जो नाम है, अपने नाम से मिनिस्ट्री तैयार कर दिया है. ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടാൽ ഓരോരുത്തരും കൂടുതലും പൊങ്ങിക്കൊണ്ടിരിക്കും. जब कोई यीशु मसीह के नाम से चंगा होता है तो वहाँ पे भी हम प्रभु के बहुत कम महिमा परंतु अपनी महिमा ज्यादा कराने की कोशिश करते हैं. നമ്മൾ ഏതെങ്കിലും മീറ്റിങ്ങിന് പോയാൽ നമ്മൾ അവിടെ സുഖം പ്രാപിച്ചാൽ നമ്മൾ ശരി നമ്മളെ പോലത്തെ വേറെ ആരും ഇല്ലെന്ന്. और यही वजह है ഇതാണ് കാര്യം, कि हम प्रभु यीशु मसीह की जो बात शिक्षा है, നമ്മൾ ഏത് കാര്യം പഠിച്ചാലും आगे बढ़ते जा रहे हैं. നമ്മൾ കൂടുതൽ അത് നിയന്ത്രിച്ച് അത് മുമ്പോട്ട് പോകണം. हम जब यीशु मसीह को देखते हैं, നമ്മൾ യേശുവിനെ കണ്ടാൽ, यीशु मसीह ने जब भी उसने कोई ऐसा कार्य किया, ദൈവം ഏത് കാര്യം ചെയ്താലും उसने अपनी महिमा नहीं किया. ദൈവം കൂടുതൽ പൊങ്ങത്തില്ല. उसने हमेशा अपने भेजने वाले की ही तारीफ की है, ദൈവ ശിഷ്യന്മാരെയാണ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. प्रभु का महिमा किया. ദൈവം കൂടുതൽ മയമായിട്ട് പോവുകയാണ്. इसलिए मेरे प्रियो, ഇന്നത്തെ കാലത്തിൽ आज हम लोग उसकी महिमा कर रहे നമ്മൾ हैं. ഇന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. और मैं चाहता हूँ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് कि मेरे प्रियो हम इस बात पे विचार करें. നമ്മൾ കൂടുതൽ ഈ കാര്യത്തിൽ വിശ്വസിക്കുക. जो भी कोई इस वचन को सुनने वाला है, ഇന്നത്തെ കാലത്ത് ഈ വചനം കേൾക്കുന്നവരെ वो ध्यान दे. ഇത് കൂടുതൽ വിശ്വസിക്കുക. और क्या कहता है नीचे, क्या कहता है 10 में, क्या कहता है, ഇതിൽ 10ാമത്തെ അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? यदि कोई तुम्हारे पास आए और यह शिक्षा न दे तो उसे न तो घर में आने दो और न नमस्कार करो. ഇതിൽ പറഞ്ഞിരിക്കുന്ന 10ാമത്തിൽ ഒരുത്തൻ ഈ ഉപദേശം കൊണ്ട് അല്ലാതെ നീ അയാളുടെ അടുക്കൽ വന്ന് അങ്ങനെ വീട്ടിൽ കൈക്കൊള്ളരുത്. मतलब है എന്നാൽ प्रभु यीशु मसीह को छोड़कर ദൈവത്തിനെ വിട്ട്
अगर कोई आपको दूसरी बातें सिखाता है, നമ്മൾ ഇന്ന് ഓരോരുത്തരും നമ്മളെ ദൈവത്തെ വിട്ട് വേറെ നമ്മൾ പഠിപ്പിച്ചാൽ, आपको कोई और ही बातें सिखा रहा है, നമുക്ക് വേറൊരു കാര്യം നമ്മൾ പഠിപ്പിച്ചാൽ बिल्कुल मत सुनो നമ്മളത് പഠിക്കേണ്ട ആവശ്യമില്ല. और उसको नमस्कार भी मत करो। നമ്മൾ അവർക്ക് സ്തോത്രം പറയത്തില്ല. मैं आपको एक उदाहरण देना चाहता हूँ। ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ മുമ്പിൽ പറയുകയാണ്. आप सपोज कीजिएगा ഇന്ന് നിങ്ങൾക്ക് കണ്ടാൽ मेरे हाथ में मेरे फोन का जो कवर है, ഇന്ന് എന്റെ കയ്യിൽ എന്റെ ഫോണിന്റെ മൊബൈൽ ഫോണിന്റെ കവർ ആയിരിക്കുന്നത്. पर ये एक गिलास है, ഒരു ഗ്ലാസ് ये एक गिलास है ഗ്ലാസ് और इसमें हमने जो दूध भर लिया इसमें, ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറെ പാലെടുത്താൽ और इसमें ഇതില് एक बूंद ഒരു ചെറിയ जहर डाल दिया, पॉइजन। ഒരു ചെറിയൊരു ചേറിട്ടാൽ, ഒരു വിഷമിട്ടാൽ अब क्या होगा? ആ പാല് എന്തായി മാറും? क्या दूध अपना रंग बदलेगा? പാലിന്റെ നിറം മാറുമോ? नहीं, പാലിന്റെ നിറം മാറത്തില്ല. पर दूध अपना रंग नहीं बदलेगा, പക്ഷെ പാലിന്റെ നിറം മാറത്തില്ല. पर पूरा गिलास, പക്ഷെ മൊത്തം ഗ്ലാസ്, पूरा दूध മൊത്തം പാല് जहर बन जाएगा। पूरा അത് വിഷമായി കളഞ്ഞിരിക്കും. और जब हम इसको पिएंगे നമ്മളത് കുടിച്ചാൽ तो हमारी मृत्यु हो सकती है। നമ്മൾ മരിച്ചു പോകും. इसी प्रकार ഇതുപോലെ अगर हम ഇതുപോലെ നമ്മൾ प्रभु की शिक्षा को ദൈവത്തിന്റെ ആലോചന जब കേട്ടാൽ, अपने अंदर लेते हैं നമ്മൾ കൂടുതൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ, और एक छोटी झूठी शिक्षा നമ്മൾ ചെറിയ ഒരു കള്ളം എവിടെന്നെങ്കിലും പഠിച്ചാൽ, जो ऐसे लोग हमारे बीच में लेके आते हैं, നമ്മൾ അത് ഓരോരുത്തർ പാസ്റ്ററും നമുക്ക് വേറെ അറിഞ്ഞുകൊടുത്ത കാര്യങ്ങൾ വേറെ രീതിയിൽ പഠിപ്പിച്ചു തരും. वो आपके आत्मिक जीवन को बर्बाद कर देंगे। നമ്മൾ ഇവിടെ നിന്ന് പഠിക്കണം, അവിടെ നിന്ന് പഠിച്ചാൽ നമുക്ക് പറ്റും നമ്മൾ ഏത് ഇതിലാണ് സത്യം പഠിക്കുകയാണ്. वो आपके आत्मिक जीवन को तबाह कर देंगे। നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളത്തില്ലായിരുന്നു. आखिर ये होता कब है? जब हम प्रभु की बातों पर ध्यान नहीं लगाते। നമ്മൾ അവിടെ നിന്ന് പഠിച്ചാൽ ഇവിടെ നമ്മൾ തന്നെ കൺഫ്യൂഷനും ഒക്കെ ഇവിടെ നിന്ന് പഠിക്കണം. अगर हम बाइबल में पढ़ते हैं तो रोमियो की किताब में पढ़ते हैं, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ റോമിയോത്തിന്റെ പുസ്തകം उसमें लिखा है അതിൽ എഴുതിയിട്ടുണ്ട്, कि विश्वास जो है सुनने से, വിശ്വാസം കേൾക്കുന്നതിനും मसीह के वचन से होता है। നമ്മൾ ദൈവത്തെ ക്രിസ്തീയ ജീവിതത്തിനാണ്. जब तक आप നമ്മൾ प्रभु के वचन को नहीं सुनेंगे, നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കാതിരുന്നാൽ, प्रभु यीशु मसीह की वचन को नहीं सुनेंगे, നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കാതെ उस पर विश्वास नहीं करेंगे, വിശ്വസിച്ചില്ലെങ്കിൽ, उस पर भरोसा नहीं करेंगे, നമ്മളത് കൂടുതൽ വിശ്വസിച്ച് അങ്ങോട്ട് കടന്നു പോയില്ലെങ്കിൽ, उस पर यकीन नहीं करेंगे, നമുക്കൊരു വിശ്വാസം വരുന്നില്ലെങ്കിൽ, तो कैसे आप मजबूत बनेंगे? നമ്മൾ എങ്ങനെ ഒരു കാലിൽ പിടിച്ച് ഉറച്ചു നിൽക്കും? और आपको कोई भी आकर കോയി ബി നമ്മളെ അടുത്ത് വന്നാൽ भरमा सकता है। നമ്മളടുത്ത് പറയും നീ അവിടെ പോണ്ടേ, നമ്മളെ തെറ്റിക്കും. हालेलुया। ഹല്ലേലൂയ. आगे क्या पढ़ते हैं? നമ്മളെ അങ്ങോട്ട് നോക്കിയാൽ എന്താണ് വായിക്കുക? हाँ, 11 पढ़ते हैं। 11 में 11-ാമത്തെ അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവന് കുശലം പറയുന്നവന്റെ അവന്റെ ദുഷ്ടപ്രവൃത്തികൾ കൂട്ടാളികളല്ലാതെ നിങ്ങൾക്ക് എഴുതുവാൻ പലതും ഉണ്ട്. क्यों यहाँ पे नमस्कार करने के लिए बोला जाता है? ഇതിൽ എഴുതിയിരിക്കുന്നത് नमस्कार। നമസ്കാരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? हमें बिल्कुल भी ऐसे लोगों को नमस्कार नहीं करना चाहिए, നമ്മൾ വേറൊരു ഭാഷയുടെ കുശലം പറഞ്ഞാൽ നമ്മൾ क्योंकि यहाँ पे लिखते हैं, क्योंकि जो कोई ऐसे जन को नमस्कार करता है वह उसके बुरे काम में उसका जो है सहभागी हो जाता है। നമ്മൾ ഏത് നല്ല ജോലികൾ ചെയ്താൽ നമുക്ക് ഇത്രയും ഒരു കാര്യം മതി നമുക്ക് പിരിയാൻ. इसीलिए मेरे प्रियो, ഇതുകൊണ്ടാണ് वचन को ദൈവത്തിന്റെ വചനം ज्यादा से ज्यादा पढ़ो, കൂടുതൽ അത് വായിക്കുക. प्रभु के वचन को ദൈവത്തിന്റെ വചനം ज्यादा से ज्यादा पढ़ो। കൂടുതൽ നമുക്ക് സമയം കിട്ടും ദൈവത്തിന്റെ വചനം വായിക്കുക. बाइबल में लिखा है साहब, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, यीशु मसीह ने कहा है ദൈവം പറഞ്ഞിരിക്കുന്നത്, कि जो मुझे ദൈവം എന്നെ हे प्रभु करते हैं ദൈവം എന്നെ കൂടുതൽ ആൾക്കാർ എന്റെ ദൈവം എന്ന് പറയുന്നത് और मुझे बोलते हैं എന്നോട് പറയുന്നത് कि मैंने दुष्ट आत्माएं निकाली हैं, ഞാൻ ദൈവത്തിന്റെ
ദുഷ്ടപ്രവൃത്തികൾ നികാൽ ദിയ. मैंने बड़े बड़े काम किए ഞാൻ हैं, വലിയ വലിയ ജോലികൾ ചെയ്തിട്ടുണ്ട്. मैंने मुर्दों को जिंदा कर दिया, ഞാൻ മരിച്ചവരെ ഉയർത്തിപ്പിച്ചിട്ടുണ്ട്. मैंने अपना दसवांश दिया, ഞാൻ ദശമാനം ഞായറാഴ്ച തോറും പള്ളി ചർച്ചിൽ കൊടുക്കുകയാണ്. मैं फास्टिंग करता था, ഞാൻ ഉപവസിക്കുന്നുണ്ട്. मैं बहुत भले काम करता ഞാൻ था, വലിയ വലിയ ജോലികൾ ചെയ്യാറുണ്ട്. और जो नहीं करना चाहिए मैं वो भी किया। ഞാൻ എനിക്ക് എന്താണ് ചെയ്യുന്നത് അതെല്ലാം ചെയ്തിട്ടുണ്ട്. तो यीशु मसीह कहते हैं उनके लिए ദൈവം പറഞ്ഞിട്ടുണ്ട് അവരടുത്ത് कि मैं खुल्लम खुल्ला कह दूंगा എന്ത് പറഞ്ഞാലും വെട്ടിത്തുറന്ന് പറയുകയാണ്, कि मैं तुम्हें नहीं जानता। ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, हालेलुया। എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളെ. क्यों? അതെന്താണ് ദൈവം പറഞ്ഞു? क्योंकि എന്നാൽ നമുക്കിവിടെ यीशु मसीह कहते हैं ദൈവം പറഞ്ഞിരിക്കുന്നത് जो मेरे पिता की इच्छा पर नहीं चलता, എന്റെ വിശ്വാസത്തിൽ നിൽക്കാതെ വന്നാൽ, मेरे परमेश्वर की इच्छा पर नहीं चलता, ദൈവത്തിന്റെ വാക്കിട്ട് നടക്കാതിരുന്നാൽ, वो അത് मेरे എന്റെ पिता के പിതാവിന്റെ और जो है स्वर्ग का राज्य का वारिस नहीं हो सकता। നമ്മൾ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. वो मेरा मित्र या मेरा भाई नहीं बन सकता, അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നതല്ല. और वो परमेश्वर का पुत्र भी नहीं बन सकता, നമ്മൾ ദൈവത്തിന്റെ പിള്ളേരായിട്ട് ജനിക്കത്തില്ല. वो वारिस नहीं बन सकता നമ്മൾ ദൈവത്തിന്റെ വിശ്വസിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ കൂടെ അത് അനുഗ്രഹം. जब तक हम परमेश्वर की इच्छा के अनुसार नहीं चलेंगे, നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടമല്ലാതെ നടന്നാൽ हम कुछ नहीं कर सकते। നമുക്കൊന്നും കിട്ടത്തില്ല. इसलिए मेरे प्रियो അതുകൊണ്ട് ध्यान देना है നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാം. बाइबल पर, ദൈവത്തിന്റെ വചനം प्रार्थना करो, നമ്മൾ പ്രാർത്ഥിക്കണം, वचन पे ध्यान लगाओ, വചനത്തെ ധ്യാനം വെക്കണം. इधर उधर की बातों पे छोड़ दो। നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെ आज यूट्यूब पे, ആജ് യൂട്യൂബ് ചാനലുണ്ട്, फेसबुक पे ഫേസ്ബുക്കിലും बहुत सारी चीजें ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ आ रही हैं कि यीशु मसीह आ पहुंचे हैं, यीशु मसीह आ रहा है, യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ട് ദൈവം വരികയാണ്, ദൈവം ഉയർത്തെഴുന്നേക്കുകയാണ്, ये भविष्य करता है, वो भविष्य करता है। ഫേസ്ബുക്കിലുണ്ട് ദൈവം ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ പറയുകയാണ്. आपने देख लिया होगा നമ്മൾ കണ്ടാൽ इस महामारी के समय में, ഇന്നത്തെ കൂടുതൽ ആളുകള് അസുഖം പിടിച്ചോണ്ട് നടക്കുകയാണ്. मैं नाम नहीं लूंगा किसी पास्टर का, ഞാൻ ഒരു പാസ്റ്ററുടെ പേര് പറയുന്നില്ല, पर हमने देखा है ഞാൻ കണ്ടിട്ടുണ്ട്. जिन्होंने भविष्यवाणी किया ഏതെങ്കിലും പാസ്റ്റർ പറഞ്ഞാൽ उनकी भविष्यवाणी झूठी निकली। അത് കള്ളത്തനായിട്ട് മാറും. तो कहने का तात्पर्य क्या था? ഞാൻ വിശ്വസിക്കുന്നത് क्या वो अपने आप से बोलते हैं या प्रभु की ओर से बोलते? പാസ്റ്റർമാര് കൂടുതൽ കയ്യിലിട്ട് പറയുകയാണോ അല്ല ദൈവം അവർ കൊടുത്തിട്ടാണോ പറയുന്നത് അറിഞ്ഞൂടാ. इसमें से एक तो झूठा है, പക്ഷെ ഏറ്റവും ഇത് കള്ളത്തനമാണ്. मेरा प्रभु तो झूठा हो नहीं सकता, ദൈവം ഒരിക്കലും കള്ളത്തനാവില്ല. इंसान की गारंटी नहीं। പക്ഷെ മനുഷ്യനെ വിശ്വസിക്കാൻ പാടില്ല. तो हमें सोचना है मेरे प्रियो, നമുക്ക് വിശ്വസിക്കാം. ऐसे लोगों से सावधान रहे നമ്മൾ കൂടുതൽ അങ്ങനത്തെ ഉള്ളവർക്ക് കൂടുതൽ ഒഴിഞ്ഞു നടക്കുകയാണ്. जो सिर्फ पैसा या अपना महिमा बढ़ा रहे हैं। ചില പാസ്റ്റർമാർ പൈസ വേണം, അതുകൊണ്ട് പൈസ അങ്ങനത്തെ ഓരോരുത്തർ പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. इस पे ध्यान लगाओ, പക്ഷെ നമ്മൾ കൂടുതൽ ബൈബിളിനോട് ശ്രദ്ധിക്കണം. बस बाइबल पे ध्यान लगाओ ബൈബിളിനോട് ശ്രദ്ധിച്ചാൽ और आगे बढ़ते चले जाओ। നമ്മൾ കൂടുതൽ അങ്ങോട്ട് മുമ്പോട്ട് പോവുകയാണ്. प्रभु आपके साथ रहे, നിങ്ങളെ കൂടെ ദൈവമുണ്ട്. प्रभु आपकी हर एक जरूरत को, നിങ്ങൾ എന്ത് ആവശ്യം ദൈവം നിങ്ങളെ കൂടെ ഉണ്ട്. परमेश्वर आपकी हर इच्छाओं को पूरा करे। ദൈവം നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് എന്തൊരു ആവശ്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ സഹായിക്കും. फिर भी मैं एक बात बोलूंगा, ഞാൻ പിന്നീട് ഒരു കാര്യം പറയുകയാണ്. प्रभु की इच्छा के अनुसार, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കണം. क्योंकि मैं एक बात जानता हूँ, ഞാൻ ഒരു കാര്യം പറയുകയാണ്. मैं कुछ नहीं कर सकता, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, प्रिया कुछ नहीं कर सकता, പ്രിയ ഒന്നും ചെയ്യുന്നില്ല. परमेश्वर बहुत कुछ कर सकता ഒരു ദൈവം എല്ലാ കാര്യം ചെയ്യുകയാണ്. है, प्रभु यीशु मसीह बहुत कुछ कर सकता है। ദൈവം നമ്മൾ എന്ത് ചോദിച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നമ്മൾ വിചാരിക്കും നമുക്ക് ഈ കാര്യം കിട്ടാതെ നമുക്ക് ഒരു വിശ്വാസം ഇല്ലെന്നും ദൈവം അത് നമുക്ക് നിവർത്തിയായി തരും. उससे मांगना है, നമ്മൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. आइए दोनों मिलकर मांगते हैं। നമ്മൾ രണ്ടുപേരും ദൈവത്തിൽ നിന്ന് വാങ്ങിക്കാം. आप भी मेरे साथ आइए, നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കണം. 1 मिनट की प्रार्थना करते हैं। ചെറിയൊരു പ്രാർത്ഥന. पिता परमेश्वर धन्यवाद देते हैं प्रभु जी, सारी महिमा जलाल आपको देते हैं। और पिता परमेश्वर खासकर प्रार्थना करते हैं कि आज इस दिन के लिए प्रभु जी प्रार्थना करते हैं इस दिन के लिए, ഞാൻ പ്രാർത്ഥിക്കുന്നത് इस वचन के लिए ഈ വചനത്തിന് വേണ്ടി. कि परमेश्वर आपने हमें एक बुद्धि और समझ दी है നമുക്ക് ദൈവം ബുദ്ധി തരണം. कि परमेश्वर तो अपने
अपने जो है जलाल को, अपने जो जो काम को हमारे बीच में प्रकट किया। നമുക്ക് ഏത് ജോലിയിലും ദൈവം നമ്മളെ കൂടെ ഇരിക്കണം. प्रभु मैं प्रार्थना करता हूँ എന്നിട്ട് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുകയാണ്. जो हमें सुन रहे हैं, നമ്മളെ കേൾക്കുന്നവരുണ്ട്, जो हमें देख रहे हैं, നമ്മളെ കൂടുതൽ കേട്ടോണ്ടിരിക്കുന്നവരുണ്ട്. आप उनको आशीष दें, നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കണം. उनको आशीष दें। പക്ഷെ ദൈവം അവരെ ഏത് കാര്യങ്ങളിലും ദൈവം പ്രവർത്തിക്കണം, उनको आशीष दें। അനുഗ്രഹിക്കുമാറാക്കണം. विश्वास करते हैं നമ്മൾ വിശ്വസിക്കുന്നത് आपने दुआ को सुना है ദൈവം കേട്ടോ പ്രാർത്ഥന. यीशु के नाम में। യേശു यीशु के नाम में आमेन ആമേൻ. आमेन हालेलुया। प्रभु का धन्यवाद हो सारी बातों के लिए। और एक्चुअली थोड़ा सा ഞാൻ ഹിന്ദി പറഞ്ഞ് എനിക്ക് മലയാളം ലാസ്റ്റ് വരുന്നില്ല. പ്രാർത്ഥന എന്തിനാണ് പറയണതെന്ന് അവിടെ ഒരു മലയാളത്തിൽ വല്ല തെറ്റുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. तो प्रार्थना कीजिए कि हम और आपके बीच में आए और प्रभु का धन्यवाद दे सके। നിങ്ങൾ പ്രാർത്ഥന നമ്മൾ കൂടുതലും വചനമായി നിങ്ങൾ മുമ്പേ കടന്നു വരാൻ. और हमारा यूट्यूब पे चैनल है നമ്മുടെ യൂട്യൂബിൽ ചാനലുണ്ട്, मसीह कृपा भवन മസീഹ് കൃപാ ഭവൻ എന്ന് പറഞ്ഞ്. नाम करके है, तो कृपया आप उसको लाइक करें, शेयर करें। നമ്മളെ കൂടുതൽ ആ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കണം. और फेसबुक पे हमारा पेज है, നമ്മുടെ ഫേസ്ബുക്കിൽ പേജുണ്ട്. पेज का भी नाम यही है मसीह कृपा भवन, പേജിന് ഈ പേരാണ് മസീഹ് കൃപാ ഭവൻ. तो उसको भी आप फॉलो करें ഇത് നിങ്ങൾ നോക്കണം, और लाइक करें, ലൈക്ക് ചെയ്യണം. जिससे कि हम जब भी कोई नया वीडियो लेके आते हैं आपके बीच में നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. तो वो आप तक पहुँचे। നിങ്ങൾ കൂടുതൽ നിങ്ങൾ കൊണ്ടുവരണം. तो थैंक यू सो मच, गॉड ब्लेस यू, जय मसीह। സ്തോത്രം. प्रभु आपका आशीष दे।